ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന യൂണിറ്റിലെ മറ്റൊരു ഭാഗമാണ്. അതായത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. അപ്പൊ അതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നോക്കാം. Qualitative research in social sciences basically depends on observation and interaction in the field where the research is being conducted. അതായത് നമ്മുടെ സോഷ്യൽ സയൻസിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏത് സ്ഥലത്താണോ റിസർച്ച് കണ്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചത് അവിടെ ആ ഒരു പ്രദേശത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ അതിലൂടെ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയന്റെ സ്റ്റഡി ആയിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചായിരിക്കും റിസർച്ച് നടത്താൻ പോകുന്നത്. അപ്പം ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടുള്ള അവരുമായിട്ടുള്ള ഇന്ററാക്ഷനും അതുപോലെ തന്നെ ആ ഒരു ഏരിയയെ ഒബ്സർവേഷനും കൂടി ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് തരുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉള്ളതെന്ന് പറയും. It employs a number of methods of data collection, but the most important is the participant observation. അതായത് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ മെത്തേഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റും അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിരീക്ഷണം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ട്രൈബൽസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നത് എങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ ലോവർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അവരെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവരുടെ കൂടെ അവരിൽ ഒരംഗമായി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ കാര്യങ്ങളും അവരുടെ അവസ്ഥകളും എല്ലാം നിരീക്ഷിച്ചിട്ട് പഠിക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അപ്പൊ നമ്മളും അതിലൊരു അംഗമാവണം. ആ ഒരു സൊസൈറ്റിയിലുള്ള ഒരു അംഗമായിട്ട് നമ്മളും അതിൽ പാർട്ടിസിപ്പന്റ് ആയിക്കൊണ്ട് തന്നെ ആ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ നടത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. Qualitative research is an approach to the study of the social world which seeks to describe and analysis the cultural behavior of humans and their groups from the point of view of those being studied. അതായത് നമ്മൾ യഥാർത്ഥത്തില് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെയും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളുടെയും അവരുടെ കൾച്ചറിനെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ വിവരിക്കാനും വിശകലനം ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റി ഉണ്ടാവും, അവരുടെ ഓരോരോ ആൾക്കാരും വ്യത്യസ്ത ടൈപ്പ് ഓഫ് ക്യാരക്ടർ ബിഹേവിയർ ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ ബിഹേവിയർ എന്താ, അവരുടെ കൾച്ചർ എങ്ങനെയാ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വിശകലനം ചെയ്യാനുമാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിക്കുന്നത്. ക്ലിയർ? നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് മെത്തേഡ്സ് ആണ് ഇത്, ലൈഫ് ഹിസ്റ്ററി മെത്തേഡ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ്. ഇവിടെ ലൈഫ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ ലൈഫ് കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലാണ് അത് എന്തെന്ന് പറയുന്നത്, ലൈഫ് ഹിസ്റ്ററി മെത്തേഡ്. അത് ഒരാളെ കുറിച്ചായിരിക്കും പഠിക്കുക. എന്നാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് റിസർച്ച് നടത്തിയ ഒരു ഗ്രൂപ്പിന്, ഒരാളെ അല്ല മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ് വഴി റിസർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താന്ന് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ ബിഹേവിയറും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെയിൻ ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് മെത്തേഡ്. എന്നാലും മറ്റുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ലൈഫ് ഹിസ്റ്ററി മെത്തേഡ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ്. ദെൻ ദി ഇന്റലക്ച്വൽ അണ്ടർപിന്നിങ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. നമ്മുടെ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭൗതികമായിട്ടുള്ള കുറച്ച് അടിത്തറകൾ ഉണ്ടാവും. ആ അടിത്തറ എന്താണെന്ന് നമ്മൾ പറയാൻ പോണത്, ആ ഇന്റലക്ച്വൽ അണ്ടർപിന്നിങ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതിൽ ഒന്നാമത്താണ് എന്ത്, ഫിനോമിനോളജി.
ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇറ്റ് റിജക്ട്സ് പോസിറ്റിവിസം. പോസിറ്റിവിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ റിജക്ട് ചെയ്ത ഒന്നാണ് എന്ത് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി കോൺഷ്യസ്നസ് വിച്ച് ഇസ് കൺസിഡർഡ് ടു ബി ദി ഓൺലി ഫിനോമിനൻ ദാറ്റ് ക്യാൻ ഷുവർ ഓഫ്. അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരേ ഒരു പ്രതിഭാസമായിട്ട് കണക്കാക്കപ്പെടുന്ന നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതാണ് എന്തിൽ വരുന്നത്, ഈ ഫിനോമിനോളജിയിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആ ഒരു പ്രതിഭാസത്തിന് നമ്മൾ എന്താ പറയുന്നത്, ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഞാൻ അടുത്തതാണ് എന്ത് സിംബോളിക് ഇന്ററാക്ഷൻസ്, പ്രതീകാത്മകമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയും. ഇറ്റ് അഡ്വക്കേറ്റ്സ് ദാറ്റ് മീനിങ്സ് എമർജ് ത്രൂ ദി പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. അതായത് പരസ്പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെയാണ് എന്ത് വരുന്നത്, മീനിങ്സും കാര്യങ്ങളും വരുന്നത് എന്നാണ് സിംബോളിക് ഇന്ററാക്ഷനിസം പറയുന്നത്. It views social life as a process in which the individual interprets his environment and acts on the basis of this interpretation. അതായത് ഇൻഡിവിജ്വൽസ് തന്റെ പരിസ്ഥിതിനെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ആയിട്ടാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ സിംബോളിക് ഇന്ററാക്ഷനിസം സൊസൈറ്റിനെ കാണുന്നത്. The symbolic interactionism focuses on the ways in human beings are distinctly symbol manipulating animals. അതായത് മനുഷ്യര് മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയാണ് ഈ സിംബോളിക് ഇന്ററാക്ഷനിസം ഫോക്കസ് ചെയ്യുന്നത്. To focuses on the ways in human beings are distinctly symbol manipulating animals. അതുപോലെ തന്നെ സോഷ്യൽ വേൾഡ് ഈസ് എ ഡൈനാമിക് ആൻഡ് ഡയലക്ടൽ വെബ്. സാമൂഹികമായ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ചലനാത്മകവും അതുപോലെ തന്നെ വ്യത്യസ്ത അല്ലെങ്കിൽ വൈരുദ്ധ്യമാർന്നിട്ടുള്ള ആ ഒരു വെബാണെന്നാണ് സിംബോളിക് ഇന്ററാക്ഷനിസം പറയുന്നത്. സോഷ്യൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. നമുക്കറിയാം അല്ലെ, നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാത്ത ഒരു സംഭവമാണോ? അല്ല. ഓരോ ദിവസം കഴിഞ്ഞിട്ടോറും അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് പല ടൈപ്പ് ഓഫ് ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി അതിലുള്ള ജനങ്ങളുടെ സ്വഭാവത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി പരിസ്ഥിതിയിലായിക്കോട്ടെ, എന്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാലും നമ്മുടെ സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് ആണ്. ചേഞ്ചസ് അവിടെ ഉണ്ട്. Then social world is always interactive. സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ററാക്റ്റീവ് ആണ്, എല്ലായ്പ്പോഴും ഇന്ററാക്റ്റീവ് ആണ്. കാരണം സമൂഹത്തിലുള്ള ജനങ്ങൾ പരസ്പരം എന്താണ് ഓരോരോ പ്രോസസ്സിലും കാര്യങ്ങളും ഏർപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആണ്. ഇറ്റ് ലുക്സ് ബിയോണ്ട് സിംബൽസ്, പ്രോസസ്സസ് ആൻഡ് ഇന്ററാക്ഷൻ. അതായത് പ്രക്രിയകളും അതുപോലെ തന്നെ ഓരോ പ്രോസസ്സുകളും ഇന്ററാക്ഷനും സിംബൽസും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് സിംബോളിക് ഇന്ററാക്ഷനിസം, അതായത് സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. സബ്ജക്ട്സ് പെർസ്പെക്റ്റീവ്. അങ്ങനെ പറഞ്ഞാല് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റില്ല, ഒരു ആൻസർ പറയാൻ പറ്റില്ല സബ്ജക്ടിവിറ്റിയിൽ. എന്നാൽ ഒബ്ജക്ടിവിറ്റി ആണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ അവിടെ ഉണ്ടാവില്ലേ. ഇറ്റ് ഈസ് സബ്ജക്ട് പെർസ്പെക്റ്റീവ്. അതായത് ഇറ്റ് സീസ് ഇവന്റ്, ആക്ഷൻസ്, നോംസ് ആൻഡ് വാല്യൂസ് ഫ്രം ദി പീപ്പിൾസ് പോയിന്റ് ഓഫ് വ്യൂ. വ്യക്തികൾ ഉണ്ടല്ലോ, ഓരോ വ്യക്തികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുമാണ് ഓരോ ഇവന്റ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, സൊസൈറ്റിയിലുള്ള ഓരോ നോംസ് ആയിക്കോട്ടെ, അത് നോക്കി കാണുന്നത് ഓരോ വ്യക്തികളുടെ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഒരു കാര്യത്തോട് എല്ലാവരും ഒരേ കാഴ്ചപ്പാടാവണം എന്നില്ല വീക്ഷിക്കുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, സബ്ജക്ട്സ് പെർസ്പെക്റ്റീവ് ആണ്. കാരണം ആ ചെയ്യുന്ന ആ ഒരു റിസർച്ചർ ഉണ്ടല്ലോ, ഇത് നടത്തുന്ന ആ ഒരു റിസർച്ചർ ഉണ്ടല്ലോ, ആ റിസർച്ചറിന്റെ പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക. ദെൻ ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബിങ് ദി സോഷ്യൽ സെറ്റിംഗ്സ്. അതായത് ഈ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ആ
നമ്മുടെ ആ സാമൂഹികമായിട്ടുള്ള ആ ഒരു പശ്ചാത്തലം അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലൂടെ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ കോണ്ടെക്സ്റ്റ്, അവിടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിനെ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഡൈനാമിക് സോഷ്യൽ ലൈഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അവിടെ ചേഞ്ചസ് എപ്പോഴും ഉണ്ടാവും. ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈനാമിക് സോഷ്യൽ ലൈഫ്, ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, ഫിക്സഡ് അല്ല, ചേഞ്ചസ് ഉണ്ടാവും, ഫ്ലെക്സിബിൾ ആണ്, ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ, സ്ട്രക്ചേർഡും അല്ല. സ്ട്രക്ചറിന്റെ ഒരു അഭാവവും എന്തിനുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലുണ്ട്. തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ്, ഇറ്റ് റിജക്ട്സ് ഫോർമുലേറ്റിംഗ് ഇൻ അഡ്വാൻസ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈ തിയറീസും കോൺസെപ്റ്റും നമ്മൾ ഈ റിസർച്ച് നടത്തുന്നതിന് മുൻപ് അഡ്വാൻസ്ഡ്, അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പം ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് സബ്ജക്ട്സ് പെർസ്പെക്റ്റീവ് ആണ്, ഡിസ്ക്രിപ്ഷൻ, കോണ്ടെക്സ്റ്റ്, ഡൈനാമിക് സോഷ്യൽ ലൈഫ്, ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ, തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്. ക്ലിയർ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ളതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ഭാഗം.